ഈ ആൾക്കാർ വന്നിട്ട് എന്താ കമ്മ്യൂണിറ്റിയുടെ കുണ്ടിയിലെ ലോക്ക് അടിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ കഴപ്പം മാറത്തെ പ്രശ്നമില്ല. കടിയുണ്ടോ അല്ലേ, അത് മാറണം. മാറത്തെ ഞാനൊരു ഹെലനോസ് പാട്ട എന്ന് പറയുന്ന യൂട്യൂബർ വളരെ അധിക്ഷേപിച്ചുകൊണ്ട് കമന്റ് ഇടുകയും വീഡിയോ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് നല്ല കഴപ്പുണ്ടോ, മാറണം, അപ്പ ശരിയാവും. അതൊരു ഒരു ലാംഗ്വേജ് വെച്ചാൽ അട്ടർ ലാംഗ്വേജ് തേർഡ് റേറ്റ് ആളുകളുടെ Because he is a third rated. I said no. Very third class. That called third class. വീട്ടിലെ സ്വന്തം ഒരു ഫാമിലി ഉണ്ടായിട്ട് ആ വീഡിയോ വീട്ടുകാരി കാണൂല്ലേ, അവൻ്റെ അമ്മ അച്ഛൻ കാണൂല്ലേ, അവൻ്റെ ഭാര്യ കുട്ടികൾ ആരോ കാണൂല്ലേ, കാണും. കാരണം അങ്ങനെ പോലെ തേർഡ് ക്ലാസ് ആൾക്കാരുടെ കാരണം മൊത്തം ഈ എത്ര എഡ്യൂക്കേറ്റഡ് ആൾക്കാരുണ്ടോ. ഞാനൊരു കാര്യം പറയത്തെ, എത്ര ഒരു 3 കോടി 4 കോടി ഒരു 100 കോടി ജനങ്ങളുണ്ടല്ലേ, അവിടെ ഈ ഓരോ 2 ആള് പറഞ്ഞില്ല എന്താ കുഴപ്പം. ഇപ്പൊ കണ്ണുള്ളിൽ ഇരിക്കുന്ന കണ്ണൻ ചേട്ടൻ കുറച്ച് വേർഡ് മാറ്റി നിങ്ങൾ ചിന്തിക്കൂ. ആ ചേട്ടൻ എന്തെങ്കിലും പറഞ്ഞ് നമുക്ക് എന്താ അറിയത്തെ. സ്വന്തം വീട്ടിലെ ദോശ വാങ്ങിക്കുന്നത് എങ്ങനെ അത് നോക്കാം, പിന്നെ നമ്മളെ കാര്യം നോക്കാം. വേദനയൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എങ്ങനെയാണ്? വേദന മനസ്സിലാണോ? അത് എല്ലാവരും അനുഭവിക്കുന്നതാണ് അല്ലേ. ഞാൻ പറഞ്ഞിട്ടുണ്ട്. വീട്ടുകാരൊക്കെ ഭയങ്കര സ്നേഹിക്കുന്ന ഒരാളാണ്. അപ്പൊ അച്ഛനൊക്കെ അമ്മയ്ക്കൊക്കെ പറയുന്നത് അയ്യോ, എനിക്ക് അത്ര പറയുന്നേ. ഞാനൊരു കാര്യം പറയല്ലേ, ഞാൻ ജാസിക്ക് ഒരു കാര്യം പറയത്തുള്ളൂ. ഒരു വേറെ ആൾക്കാർ പറയാന് വായിക്കകള് അല്ലേ, ഒരു എന്താ പറയുന്നത്, ദെയർ മെന്റലിറ്റി. നമുക്ക് ഒരു ആള് പറയുന്ന വക്കിട്ട് നമുക്ക് വിഷമിക്കുന്ന ഒരു ആവശ്യമില്ല മോളെ. കാരണം ദെയർ തിങ്കിങ് അങ്ങനെയാണ് ആൾക്കാരുടെ ഒരു മെന്റാലിറ്റിയാണ്. ആ മെന്റാലിറ്റി സഹിച്ചിട്ട് നമുക്ക് ജീവിക്കാൻ പോകാൻ പറ്റില്ല. അതിൻ്റെ മാക്സിമം എനിക്ക് 2 വർഷമായിട്ട് അത്ര ട്രോളിങ് ആണ്, അത്ര ഒരു ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട് എൻ്റെ കൂടെ സംസാരിക്കുന്ന ആൾക്കാരെയാണ്. ജാസി എനിക്ക് ഈ നമ്മൾ 2 പേരൊക്കെ ഏറ്റവും കൂടുതൽ ട്രോളും കൂടുതൽ ചീത്ത പറഞ്ഞിട്ട് എത്ര കച്ചറ കോമൻറ്റ് വൈകത്തിലെ എൻ്റെ നാട്ടുകാരിക്ക് എൻ്റെ ഫാമിലിക്ക് ഈ മലയാളം വായിക്കാൻ അറിയില്ലാത്തതാണ് വൈക്യം. അല്ലെങ്കിൽ ആലോചിക്കൂ, എനിക്ക് ഇവിടെ താമസിക്കാൻ തരവില്ല. ഇപ്പോൾ എത്ര പറയുന്ന ആൾക്കാർക്ക് എൻ്റെ അച്ഛനും അമ്മ കേട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അറിയില്ലാത്തതാണ് ഈ കല്യാണം. ഇപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞ ഇൻ ബിറ്റ്വീൻ ഒരു വലിയ ആൾക്കാരാണ് എന്നെ പറയുന്നത്. ഞാൻ ബാംഗ്ലൂർ ബസ് സ്റ്റാൻഡിലുണ്ട്, ചിലപ്പോൾ ആള് പോയിട്ടുണ്ടാവും കാടിമാത്താൻ വേണ്ടി ബാംഗ്ലൂർ ബസ് സ്റ്റാൻഡിൽ കണ്ടിട്ടുണ്ട്. അതന്നെയാണ് പറയുന്നുള്ളൂ. എനിക്ക് എന്താണ് പറഞ്ഞ എനിക്ക് മരിച്ചു പോയി ഉപ്പാനെ പറഞ്ഞതിൽ കുറച്ച് വിഷമമുണ്ട്. അത് നല്ലൊരു വിഷമം തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഉപ്പ അത്രയും ഭയങ്കര ഒരു പാവമായിരുന്നു. അപ്പൊ ആ ഉപ്പാനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് പറയുന്ന എന്നെ പറഞ്ഞാലും പ്രശ്നമില്ല, ഉപ്പാനെ പറഞ്ഞാൽ ഭയങ്കര സീരിയസ്ലി അത് ഭയങ്കര ഒരു വിഷമം ഉണ്ടാക്കി. നമ്മളുണ്ടല്ലേ ദൈവമുണ്ടോ? ഫുഡ് കഴിച്ചു നിങ്ങൾ എല്ലാവരും? രണ്ടുപേരും കുങ്കുമത്തെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. രണ്ടുപേരും കുങ്കുമട്ടിട്ടുണ്ട്. എന്റെ ഭർത്താവ് എങ്ങനെയോ ഫുൾ ഓട്ടത്തില്, എനിക്ക് അറിയത്തില്ല വേറെ എവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഞാന് കല്യാണം കഴിക്കുന്നില്ല, അസമിലെ വാഴണം. എന്റെ കല്യാണം ഉണ്ടാവും കേട്ടോ, നിങ്ങൾ എല്ലാവരും വരണം ഇൻഷാ അല്ലാഹ്. ഇതേപോലെ തന്നെ ഗ്രാൻഡ് ആയിട്ട് നമുക്ക് നടത്താം. ഒരു വർഷത്തിനുണ്ടോ? എന്തായാലും പെട്ടെന്ന് തന്നെ ഉണ്ടാവും. ഇനി ഞാൻ രേഖാതെ പോലെ സിന്ദൂരം എന്റെ ഭർത്താവില്ല. Living together. Rekha living together na aadade kutte. This is a secret, baby. You know what is a secret? ഹണി സുന്ദരി അല്ലേ? ഹണി സുന്ദരിയാണ്. ഹണി ഏറ്റവും ഞാൻ ഈ കമ്മ്യൂണിറ്റിയിലെ ഏറ്റവും കൂടുതൽ ഒരു സ്നേഹിക്കുന്ന എൻ്റെ എന്തെങ്കിലും എനിക്ക് മനസ്സിലൊരു വിഷമം തൊട്ട് ഹണിക്ക് വിളിക്കുന്നത് അല്ലേ. രാത്രി ഒരു 1 o'clock 2 o'clock. അല്ല, എന്റെ പേര് പണ്ട് തൊട്ടേ ഹണിയെന്നായിരുന്നു. ഹണിയാണ്. പണ്ട് തൊട്ടേ ഞങ്ങള് ഹണിനെ വിളിക്കാറ്. ഭയങ്കര ബ്യൂട്ടി ആയിരുന്നു അവളെ ഒരുങ്ങിയാലൊക്കെ. ഞങ്ങള് അന്നൊക്കെ ഒരു കൊച്ചി കാർണിവലിൽ വരണം ഞങ്ങൾക്കൊന്ന് ഒരുങ്ങി, ഞങ്ങളൊരു ഇഷ്ടത്തിന് ഒരുങ്ങി നടക്കാനൊക്കെ. അപ്പൊ ആ സമയത്ത് ഇവള് ഭയങ്കര നല്ല ഗൗണൊക്കെ ഇട്ട് ഭയങ്കര സുന്ദരിയായിട്ട് അന്ന് ഞങ്ങള് വിഭാഷ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയായിരുന്നു. ആ ഒരു ലുക്കായിരുന്നു അവളെ അന്ന് മുതലേ അവളെ ഹണി എന്ന് വിളിക്കുക. ജാസിനെ ആളുകള് കമ്മ്യൂണിറ്റി അല്ല എന്ന് പറയുന്നത്. ഇപ്പൊ ഞാനാണ് കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും കൂടുതൽ ഗ്രൂപ്പുകളിൽ കിടന്ന ജാസിനെ കുറിച്ച് സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ, ജാസി ആക്ച്വലി കമ്മ്യൂണിറ്റി ആണ്. ജാസിയുടെ കുറെ ഫാമിലി ഇഷ്യൂസ് കാരണമാണ് ജാസി അത് കുറെ നാൾ ഹൈഡ് ചെയ്തിരുന്നോണ്ട്. കാരണം ജാസി ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ഫെമിനിൻ ആയ ഒരു കമ്മ്യൂണിറ്റി ആയിരുന്നു. പിന്നെ ജാസിയുടെ കുറെ ഇഷ്യൂസ് കാരണം ജാസി അത് ഹൈഡ് ചെയ്ത് ഇപ്പൊ എന്നെ പോലെ പെട്ടെന്ന് എല്ലാവർക്കും കമ്മൗട്ട് ചെയ്ത് വരാൻ പറ്റണമെന്നുണ്ടാവില്ല. ജാസിയുടെ ഫാമിലി അങ്ങനെയായിരുന്നു, ഒരു മുസ്ലിം ഓർത്തഡോക്സ് ഫാമിലിയാണ്. പിന്നെ ഉപ്പ എന്ന് പറയുന്നത് എനിക്കറിയാം ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഉപ്പായിരുന്നു. പിന്നെ ആ ഉപ്പാനെ ഭയങ്കര സ്നേഹിക്കുന്ന ഒരു ആളാണ് ജാസി. സമൂഹത്തിൽ സമൂഹത്തിനെ പേടിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. ആക്ച്വലി ഞാൻ പച്ചക്കുള്ള കാര്യം പറഞ്ഞല്ലേ, അത് മനസ്സിലായില്ലേ വീണ്ടും പറയാനേ.
അതെ, സമൂഹത്തിന് നമുക്ക് പേടിച്ച് ജീവിക്കാൻ പറ്റില്ല. എല്ലാവരുടെയും ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ നിങ്ങളെ പോലെ തന്നെ കുറച്ച് ഫോളോവേഴ്സ് ഒക്കെ ഉള്ള കുറെ ആൾക്കാരെ ഫോളോ ചെയ്യുന്ന ആളുകളൊക്കെ അവരൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ലേ? കുറെ ആൾക്കാർ അങ്ങനെ തെറ്റിദ്ധാരായിട്ട് അതായത് ഇപ്പൊ ഈ പൊക്കി കാണിച്ചു എന്നുള്ള വിഷയം തന്നെ ഭയങ്കര തെറ്റിദ്ധാരയിലേക്കാണ് പോയിരിക്കുന്നത്. കാരണം ഞാൻ താഴ്ത്തത് കാണിച്ചു എന്നൊക്കെയാണ് എല്ലാവരും പറയണത്. കാരണം അങ്ങനെയാണ് അല്ല ഓക്കെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ വിളിച്ചിട്ട് കാണുന്ന ആൾക്കാരുടെ ആഗ്രഹങ്ങളും നോക്കൂ. സ്വന്തം തുണി ഊടിയിട്ട് ഈ കണ്ണടിയിലെ കാണുന്ന പോലെ എല്ലാ സാധനം സൈസ് മാത്രം ഡിഫറൻസ് ഉള്ളൂ, അതാ പോയിട്ട് കാണുന്ന പോലെ. പിന്നെ സർജറിക്ക് പോയ സമയത്താണേലും ജാസിക്ക് പേഴ്സണലി അറിയുന്ന ആളുകളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാസിയുടെ സർജറിക്ക് പോകുന്ന കാര്യം. പിന്നെ ഇത് പബ്ലിക്കായിട്ട് അനൗൺസ് ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നും ഇല്ലല്ലോ. ജാസിയുടെ പേഴ്സണൽ കാര്യമാണ്, അയാളുടെ പാർട്ണറിന് മാത്രം അറിയേണ്ട ഒരു കാര്യമാണ് ജാസിയുടെ സർജറി എന്ന് പറയുന്നത്. പിന്നെ അത് പബ്ലിക് അനൗൺസ് ചെയ്യേണ്ട ആവശ്യം. പിന്നെ സർജറി കഴിഞ്ഞു എന്നുള്ളൊരു പോസ്റ്റ് ഇട്ടു എന്ന് പറഞ്ഞിട്ട് അതിനെ വളരെ മോശമായിട്ട് കാണിക്കുക, അതിനെ വൃത്തികേടാക്കുക, അതിനെ ട്രോൾ അല്ല, അങ്ങനെയാണെങ്കിൽ എത്രയോ ആളുകളുടെ സർജറി കഴിഞ്ഞു. ഞങ്ങളുടെ ഹോസ്പിറ്റലുകളിൽ വിളിച്ചു ചോദിക്കണമല്ലോ. ആക്ച്വലി സർജറി കഴിഞ്ഞിട്ടുള്ള എത്രയോ ആളുകൾ പറയുന്നു അവരുടെയൊക്കെ ആരും നമ്മൾ പബ്ലിക് തുണി ഉറിഞ്ഞ് കാണിക്കുന്നില്ലല്ലോ. ചില ആളുകളാണ് ഭയങ്കര വിസിബിൾ ആയിട്ട് അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഇപ്പൊ എല്ലാവരും അങ്ങനെ ഇപ്പൊ ജാസി ഈ ഇടക്കാണ് സ്ട്രോങ് ആയിട്ട് സംസാരിച്ച് എന്നോട് വന്നത്. ഇപ്പൊ ഞാനൊക്കെ വിളിക്കുമ്പോൾ എപ്പോഴും പറയണം ജാസിയുടെ സ്ട്രോങ് ആയി സംസാരിക്കണം, നമ്മൾ ആരും പേടിക്കേണ്ട ആവശ്യം, നമ്മൾ ആരും ഡിപ്പെൻഡന്റ് ഒന്നും അല്ലല്ലോ, അങ്ങനെ സംസാരിക്കാറുണ്ട്. ജീവിക്കുന്നത് ഹായ് മമ്മ. എന്ത് തോന്നുന്നു ജാൻ, ഈ ജാസിനെ എങ്ങനെ വേട്ടയാടുന്നുണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ, അത് കാണുമ്പോൾ എന്ത് തോന്നുന്നു? നല്ലതല്ലേ? വാട്ട് എവർ പബ്ലിസിറ്റി ഈസ് ഗുഡ് പബ്ലിസിറ്റി. എപ്പോഴും നമ്മള് ഫ്രണ്ട് പേജിൽ ഉണ്ടാവണം. ഇപ്പൊ ജോലിയുള്ള ആൾക്കാർക്ക് അവിടെ ഇരുന്നിട്ട് നമ്മളെ വേണ്ടി സംസാരിക്കണമെങ്കിൽ ദാറ്റ് ഈസ് ഗുഡ് അല്ലേ? നമുക്ക് ജോലിയുണ്ടോ? നമ്മൾ പോയിട്ട് വേറെ ആൾക്കാർക്ക് വേണ്ടി സംസാരിച്ചിട്ടില്ല.